ചോറിലേക്ക് അത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം മതി കേട്ടോ. വേറെ കൂട്ടാനുകളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. ഒരു വറ്റ് പോലും ചോറ് ബാക്കി വരില്ല ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കണ്ട. പിന്നെ ഇത്ര കുറച്ചായതുകൊണ്ട് അങ്ങനെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാനും പറ്റില്ല. ചെറിയൊരു തരിയോട് കൂടിയിട്ട് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. തൊലിയൊക്കെ ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ചെറിയ വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഈ ഒരു രീതിക്ക് മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടി, ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഏത് ചട്ടിയായാലും കുഴപ്പമില്ല. ഇനി സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നിർബന്ധമാണ് കേട്ടോ. വെളിച്ചെണ്ണ മാത്രമേ ഇതിലേക്ക് എടുക്കാൻ പാടുള്ളൂ. നാടൻ റെസിപ്പിയല്ല, അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ വേണം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും ഇട്ടിട്ട് ഇതൊന്ന് പൊട്ടി വരുമല്ലോ, ഒന്ന് മൂത്ത് വരുമ്പോൾ കടുകും ഉലുവയൊക്കെ ഒന്നങ്ങ് പൊട്ടി തുടങ്ങും. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്കൊരു 3 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് കല്ല് വെച്ചിട്ട് ഒന്നങ്ങ് കുത്തിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ കുത്തുന്ന കല്ലുണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അല്ലാതെ ഒരുപാട് അങ്ങ് ചതച്ചെടുക്കൊന്നും വേണ്ട. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതും ഒരുപാട് അങ്ങ് മൂത്ത് പോകുന്നു വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ആ ഒരു കളറൊന്ന് മാറിയാൽ മതി ഉള്ളിൻ്റെ. അതൊന്ന് മാറി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു മാങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് പച്ചമാങ്ങ രസമാണ് കേട്ടോ. അപ്പോൾ രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മാങ്ങയൊക്കെ തിളച്ച് കഴിയുമ്പോൾ തന്നെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ കുറച്ച് കട്ടിയിലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. തക്കാളി പിന്നെ ഒരുപാട് അങ്ങ് കുക്കായി വരുമൊന്നും വേണ്ട, ചെറിയ കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പച്ചമാങ്ങ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു രസം നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിലേക്ക് ഇത് മാത്രം മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്